ഷഹബാസ് വധക്കേസിലെ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന ഇവരുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി വി.എസ്. ബിന്ദുകുമാരിയാണ് തള്ളിയത്. കഴിഞ്ഞ 3-ന് പരിഗണിച്ച കേസ് വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിയതായിരുന്നു. അവധിക്കാലമായതിനാൽ വിദ്യാർത്ഥികളെ തങ്ങൾക്കൊപ്പം വിടണമെന്നും 34 ദിവസം ജയിലിൽ കിടന്നത് ശിക്ഷയായി കാണണമെന്നുമായിരുന്നു ഇവരുടെ രക്ഷിതാക്കളുടെ പ്രധാന വാദം. പ്രതികളായ 6 പേർക്ക് വേണ്ടി 4 അഭിഭാഷകരാണ് കേസ് വാദിച്ചത്. കുട്ടികളുടെ പേരിൽ ഇതിനു മുൻപും മറ്റൊരു കേസുകളും ഉണ്ടായിട്ടില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. 1 മാസത്തിലധികമായി ജുവൈനൽ ഹോമിൽ കഴിയുകയാണ് ഇവർ. ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിക്കുമെന്നും രക്ഷിതാക്കൾ കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ കുട്ടികൾ എന്ന ആനുകൂല്യം കസ്റ്റഡിയിലുള്ളവർക്ക് നൽകരുതെന്ന് ഷഹബാസിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കൂട്ടിച്ചേർത്തു. തുടർന്നാണ് 6 പേർക്കും ജാമ്യം നൽകേണ്ടതില്ലെന്ന് കോടതി ഉത്തരവിട്ടത്. വളരെയധികം സന്തോഷം വരുന്ന ഒരു വിധിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഷഹബാസ് മോനെ കൊന്ന 6 ക്രിമിനലുകളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. വളരെയധികം സന്തോഷം തരുന്ന നിമിഷം, ഓരോ മലയാളികളും അഭിമാനിക്കുന്ന നിമിഷം, സന്തോഷിക്കുന്ന നിമിഷം, ആ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന നിമിഷം, ആഹ്ലാദിക്കുന്ന നിമിഷം. അതാണ് ഇന്നത്തെ വിധിയിലൂടെ. വിധി പ്രഖ്യാപിച്ച ജഡ്ജി അവരൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരമ്മയുടെ വില എന്താണെന്നും ഒരമ്മയുടെ വേദന എന്താണെന്നും ഒരു മകൻ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയുടെ ദുഃഖം എന്താണെന്നും നന്നായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇതുപോലൊരു വിധി പുറപ്പെടുവിച്ചതിന് വളരെ അധികം സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഓരോ മലയാളികളും. ഈ 6 ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കാൻ പോയ 4 വക്കീലന്മാർ, ഈ 4 വക്കീലന്മാരോടും പുച്ഛം മാത്രം. കേരളത്തിലെ ഓരോ മലയാളികൾക്കും വെറും പുച്ഛം മാത്രം. കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജോലി തന്നെ ആയിരിക്കാം. പക്ഷെ ആ ജോലിയിൽ അല്പം മനുഷ്യത്വം കൂടി ചേർക്കണം. കാരണം നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഒരു കുട്ടിക്കാണ് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചതെങ്കിൽ ആ പ്രതിക്ക് വേണ്ടി വാദിക്കാനും ആ പ്രതിയെ ഇറക്കാനും വേണ്ടി നീയൊക്കെ പോകുമായിരുന്നോ? ഒരിക്കലും പോകില്ലായിരുന്നു. ഈ വിധിയിൽ കേരളത്തിന്റെ ഓരോ മക്കളും വളരെയധികം സന്തോഷിക്കുന്നു. എന്നാലും ഇതുപോലൊരു വിധിയല്ല കേരളത്തിന്റെ ഓരോ മക്കളും ആഗ്രഹിച്ചിരുന്നത്. കാരണം ഈ 6 ക്രിമിനലുകളും സമൂഹത്തിന് ആവശ്യമില്ലാത്തവരാണ്. ഇവര് വളരും തോറും ഓരോ ഷഹബാസുകളും ഇതുപോലെ ചേതനേറ്റ് വീണുകൊണ്ടേയിരിക്കും. ഇനിയൊരു ഷഹബാസ് കേരളത്തിന്റെ മണ്ണിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ കൊടും ക്രിമിനലുകളെ സമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ച് തൂക്കിലെറ്റിക്കൊല്ലണം. അതാണ് ഷഹബാസിന് വേണ്ട യഥാർത്ഥ നീതി, യഥാർത്ഥ നിയമം. അതാണ് വേണ്ടത്. ഇനിയൊരു ഷഹബാസ് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ളവരെ മുളയിലെ നുള്ളണം. ഇവനൊക്കെ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരാണ്. കേരളത്തിൽ ഇനിയൊരു ഷഹബാസ് ആവർത്തിക്കാതിരിക്കാൻ ഇവനെയൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് തൂക്കിലെറ്റിക്കൊല്ലണം. അതാണ് ഇവനൊക്കെ വേണ്ടിയുള്ള നിയമം.